LDF സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്ന ബി അശോകും എൻ പ്രശാന്തും തിരികെ സർവീസിലേക്ക്. ഇരുവരുടെയും സസ്പെൻഷൻ പിൻവലിച്ചു. ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടു. വിവരങ്ങളുമായി MS വീണ ചേരുന്നു. വീണ, എൻ പ്രശാന്തും ബി അശോകും തിരികെ സർവീസിലേക്ക് കയറുകയാണ്. നമുക്കറിയാം, ഒരുപക്ഷെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വിധേയരായവരാണ് ഇരുവരും. അങ്ങനെ വീണ്ടും സർവീസിലേക്ക് അല്ലേ? തീർച്ചയായും രോഹിണി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ പകപോക്കലിനും സർക്കാരിനെതിരെയും ചീഫ് സെക്രട്ടറിക്കെതിരെയും നിരന്തരം അവരുടെ നിലപാടുകളിൽ വിമർശനം ഉന്നയിച്ച 2 IAS ഉദ്യോഗസ്ഥരാണ് ബി അശോക് കുമാറും എൻ പ്രശാന്തും. ഈ 2 IAS ഉദ്യോഗസ്ഥർ തന്നെയാണ് രാഷ്ട്രീയ പകപോക്കലിന് ഇരയായിക്കൊണ്ടിരുന്നത്. അവർക്കെതിരെ ഒന്നിലേറെ തവണ നടപടിയെടുത്തൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഈ ബി അശോക് കുമാറിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ വളരെ ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ കാവൽ സർക്കാരായിരുന്ന കാലത്ത് പോലും 1.5 മാസങ്ങൾക്ക് മുമ്പ് പോലും ബി അശോക് കുമാർ സസ്പെൻഷൻ നടപടിക്ക് വിധേയനായിരുന്നു എന്നുള്ളതാണ്. സർക്കാരിന്റെ ചില തെറ്റായ തീരുമാനങ്ങളൊപ്പം തന്നെ IAS ഉദ്യോഗസ്ഥരുടെ ഈ സ്ഥലമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ കൈക്കൊണ്ടിരുന്ന നിലപാടുകളിലടക്കം ശക്തമായിട്ടുള്ളൊരു വിമർശനം രേഖപ്പെടുത്തുകയും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജയതിലകിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിലപാടുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ശക്തമായി പ്രതികരിക്കൊപ്പം തന്നെ കുറിപ്പ് എഴുതുകയും ചെയ്തതിനാണ് ഈ 2 ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിരുന്നത്. എൻ പ്രശാന്തിനെതിരെയാണ് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തുന്നവരെ നടപടിയെടുത്തുകൊണ്ട് സസ്പെൻഷൻ നടപടിയിലേക്ക് അവരെ വിധേയരാക്കിക്കൊണ്ട് വായടുപ്പിക്കുന്ന നിശബ്ദരാക്കുന്ന ഒരു നിലപാടായിരുന്നു ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത്. ആ നിലപാടിൽ ആ 2 നടപടികൾക്ക് വിധേയരായ 2 ഉദ്യോഗസ്ഥരെയാണ് തിരിച്ച് സർവീസിലേക്ക് എത്തിക്കുവാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫയലിൽ ആ സർവീസിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള ഫയലിൽ മുഖ്യമന്ത്രി VD സതീശൻ ഒപ്പിട്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഔദ്യോഗികമായി തന്നെ പുറത്തിറക്കുമെന്നുള്ള ഏത് പ്രധാനപ്പെട്ട ചുമതലയിലേക്കായിരിക്കും ഈ സുപ്രധാനരായ 2 പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ നിയോഗിക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ ചെയ്തികൾക്കെതിരെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാടെടുക്കുമെന്ന് സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസങ്ങൾക്കകം തന്നെ ഈ 2 IAS ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പകപോക്കലിന് ഇരയായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ ചീഫ് സെക്രട്ടറിയോട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ റിപ്പോർട്ട് തേടുകയും നടപടി അടക്കം ഏത് ഘട്ടത്തിലേക്കായിരിക്കും പോകുക എന്നുള്ള തരത്തിലടക്കം ചർച്ചകൾ നിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ നടന്ന വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രി VD സതീശൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും വൈകാതെ തന്നെ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ആ ഒരു ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടിരിക്കുന്നത്. ആ 2 IAS ഉദ്യോഗസ്ഥരും തിരിച്ച് സർവീസിലെത്തുകയാണ്. എന്ത് ചുമതലയായിരിക്കും നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് അച്ചടക്ക അല്ലെങ്കിൽ നടപടിയായിട്ട് കൂട്ടാൻ കഴിയില്ല എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരുടെ വീഴ്ചകളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ അനീതിക്കെതിരെ കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ആ അഭിപ്രായ പ്രകടനങ്ങൾക്കെതിരെ അവരുടെ വായടപ്പിക്കുന്നതിനിടയിൽ സർക്കാർ ഒന്നിലേറെ എടുത്ത പകപോക്കൽ നടപടിക്കെതിരെയാണ് ഇപ്പോൾ നിലവിലുള്ള സർക്കാർ ആ ഉദ്യോഗസ്ഥരെ തിരിച്ച് സർവീസിൽ എത്തിച്ചുകൊണ്ട് അവർക്ക് വീണ്ടും തുടർന്ന് ജനകീയ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അവരുടെ സർവീസിലെത്തിക്കൊണ്ട് തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു അവസരം കൂടി നൽകുന്നത്. കൂടാതെ തന്നെ ഇവരുടെ ഈ ഒരു സസ്പെൻഷൻ കാലയളവിൽ അതെന്തിനാണ് നീട്ടിക്കൊണ്ടു പോകുന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തി അതിലൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലടക്കം കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണസമിതി കാലഘട്ടത്തിൽ നിയോഗിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ച പറ്റിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കാതെ തന്നെ ഇവരെ വീണ്ടും, അതായത് ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പക പോക്കുന്ന നടപടി തുടർന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥർ 2 പേരും വൈകാതെ തന്നെ പ്രധാനപ്പെട്ട ചുമതലകളിലേക്ക് നിയോഗിക്കപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഉത്തരവ് പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പകപോക്കലുകൾക്ക് വിധേയരായ ഉദ്യോഗസ്ഥരാണ് ഇവർ. ഉന്നയിച്ച ധാരാളം ആരോപണങ്ങളുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി ഇനി ഈ സർക്കാർ മുഖവിലേക്ക് എടുക്കുമോ എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ നിലവിൽ 2 പേരും ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് വരുമ്പോഴും ഇവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതല്ലേ? തീർച്ചയായും രോഹിണി, അത് തന്നെയാണ്. നിലവിൽ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം, അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥർ നേരിടുന്ന ഉദ്യോഗസ്ഥലത്തിൽ തന്നെ നേരിടുന്ന പല പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി എടുക്കുന്ന ചില നിലപാടുകൾ
സമീപനം അതിനൊക്കെ എതിരെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തുടർന്ന് അടിച്ചുകൊണ്ട് ബി അശോക് കുമാറും അതുപോലെ തന്നെ എൻ പ്രശാന്തും ഒക്കെ നിലപാട് വ്യക്തമാക്കിയത്. പലപ്പോഴും ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ പല പ്രശ്നങ്ങളിലടക്കം ഈ അസോസിയേഷന്റെ തലപ്പത്തുള്ള ആളെന്ന നിലയിൽ അതിനായി രംഗത്തെത്തി അശോക് കുമാർ നിരവധി തവണ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അന്ന് മുഖ്യമന്ത്രി പദവി വഹിച്ചിരുന്ന പിണറായി വിജയനോട് ചർച്ചയ്ക്ക് അടക്കം തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് മുൻകൈ എടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നുവെങ്കിൽ പോലും അത് ഫലം കാണാതെ വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളിലടക്കം ഈ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച കാര്യങ്ങളിലടക്കം കൃത്യമായിട്ട് ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ ഒരുപക്ഷെ ഈ അസോസിയേഷൻ മുഖാന്തരമോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ തന്നെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായോ നേരിട്ട് തങ്ങളുടെ നിലപാട് എന്താണോ അക്കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അവർ നേരിട്ട ആരോപണങ്ങളിലൊപ്പം തന്നെ അവർ ഉന്നയിച്ച വിഷയങ്ങളിലടക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടുണ്ടാകും എന്നുള്ള കാര്യവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചർച്ചകൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഇടപെടൽ ഉണ്ടാകുന്ന തരത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മുൻകൈ എടുത്തുകൊണ്ടുള്ള ചർച്ചകളും ഉണ്ടാകാൻ ഇടയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ വിമർശനങ്ങൾ വീണ്ടും ഉയരുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ മുൻപ് സ്വീകരിച്ച നിലപാട് തന്നെ തുടർന്നും UDF സർക്കാരിനെതിരെയും സ്വീകരിക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ഉദ്യോഗസ്ഥർ തിരിച്ച് പദവിയിലേക്ക് എത്തുമ്പോൾ ഔദ്യോഗിക പദവിയിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഏത് തരത്തിലുള്ള പരിഗണനയായിരിക്കും നൽകുന്നത്, ഏത് തരത്തിലുള്ള ചുമതലയായിരിക്കും നൽകുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരിച്ച് സർവീസിലേക്ക് എത്തുമ്പോൾ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒപ്പം തന്നെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുമെന്നും ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ നിലവിലെ ചീഫ് സെക്രട്ടറിയായ ജയതിലകുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ, അദ്ദേഹത്തിന് എതിരെ ഉയർന്ന വിമർശനങ്ങൾ അത് വീണ്ടും ശക്തമാകുവാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. രോഹിണി, അതെ, വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിലവിലിപ്പോൾ ഈ സർക്കാർ ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും തിരിച്ചെടുക്കുമ്പോൾ ഇവർ ഉന്നയിച്ച ധാരാളം വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഒക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിൽ രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു എന്ന് മാത്രമല്ല, നിരവധി അഴിമതി ആരോപണങ്ങൾ കൂടി, കെടുകാര്യസ്ഥത കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വിരൽ ചൂണ്ടുന്ന ഈ നേതാക്കളിലേക്കും ഉദ്യോഗസ്ഥ തലപ്പത്തേക്കുമൊക്കെ ഇനി അടുത്ത ഘട്ടത്തിൽ ഏതു രീതിയിലുള്ള ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടാകും എന്നുള്ളതുകൂടി ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുകയില്ലേ. ഇപ്പോൾ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊതുജന ശ്രദ്ധ നേടുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥർ, അത് കൃത്യമായി തന്നെ നമുക്കറിയാം, അവർ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടാണ് സസ്പെൻഷൻ കാലാവധിയൊക്കെ അനുഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ അവരെ തിരിച്ചെടുക്കുക മാത്രമല്ല വേണ്ടത്. ഒരു ആർജവമുള്ള സർക്കാരാണെങ്കിൽ ഇവർ അഡ്രസ്സ് ചെയ്ത പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായി വിലയിരുത്തി അതുമായി ഒരു തുടർ നടപടി കൊണ്ടുപോകുകയല്ലേ വേണ്ടത്. രണ്ട്, ഇവർക്ക് കൊടുക്കുന്ന വകുപ്പുകൾ ഇനി ഇവരെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെങ്കിൽ ഇവർക്ക് സുപ്രധാന വകുപ്പുകൾ നൽകുമോ എന്നുള്ളതും ഒരാശങ്കയോടുകൂടി തന്നെയല്ലേ കാണുന്നത്. മുഖം രക്ഷിക്കൽ തന്ത്രമല്ല എങ്കിൽ തീർച്ചയായും രോഹിണി, പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് രോഹിണി ഉന്നയിച്ചിരിക്കുന്നതും. അതിൽ ഈ അഴിമതിക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും നിരന്തരം വിമർശനം ഉന്നയിച്ചു കൊണ്ടിരുന്ന രണ്ട് ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച വിഷയങ്ങളിലടക്കം സർക്കാർ പല വിഷയങ്ങളിലും ഇടപെടൽ നടത്തി അന്വേഷണ തലത്തിനൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുമൊക്കെ അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സമീപനം തന്നെ ഈ ഉദ്യോഗസ്ഥർ ഉന്നയിച്ച വിഷയങ്ങളിൽ കൂടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഭരണ തലപ്പത്തടക്കം, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ വകുപ്പുകളിലടക്കം അഴിച്ചുപണി ഉണ്ടാകുമോ, അതല്ലെങ്കിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും അത് കൃത്യമായി മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൽ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു വകുപ്പിനെയോ അതല്ലെങ്കിൽ പ്രത്യേകം ഒരു സമിതിയോ രൂപീകരിക്കുമോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതിൽ ആരായിരിക്കാം ചുമതല വഹിക്കുക? ഇപ്പോൾ ഇവരെ തിരിച്ച് സർവീസിലേക്ക് കൊണ്ടുവരുന്നതിൽ മുൻകൈ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ച നിലപാട് തുടരുമെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ സർവീസിൽ എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യങ്ങൾ കൂടി പരിഗണന നൽകി അക്കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടതും. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യം ഏത് വകുപ്പായിരിക്കും, ഏത് ചുമതലയായിരിക്കും ഇവർക്ക് നൽകുക എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും IAS ഉദ്യോഗസ്ഥരാണ്, പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ കൂടിയാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഇവർക്ക് ചുമതല നൽകുക എന്നുള്ള കാര്യത്തിലും ഇപ്പോഴും വ്യക്തതയില്ല. ആ ഒരു ഉത്തരവ് പുറത്തു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി, ാണ് വിവരങ്ങൾ നൽകിയത്. B അശോകും N പ്രശാന്തും സർവീസിലേക്ക് തിരികെ കയറുകയാണ്.